ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഫിസിക്സ് വിഷയത്തെക്കുറിച്ചാണ്. 8 പാഠഭാഗങ്ങളാണുള്ളത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത ചോദ്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ വിഭാഗം ചോദ്യങ്ങൾക്കും ചോയ്സ് ഉണ്ട്. ആകെ 20 ചോദ്യങ്ങളുണ്ടാകും. ഒരു സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 2 സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 3 സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 4 സ്കോറിൻ്റെയും 5 ചോദ്യങ്ങൾ. ഓരോ സ്കോറിലെയും ഓരോ വിഭാഗത്തിലെയും 4 ചോദ്യങ്ങൾ വീതം ഉത്തരം എഴുതിയാൽ മതി. അതായത് 40 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഈ വർഷത്തെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ വിഷയത്തിനും അങ്ങനെ ചോയ്സ് ഉണ്ട്. 5ാമത്തെ പാഠഭാഗം താപം എന്നുള്ളതാണ്. താപത്തിലെ കുറച്ചധികം ഗണിത പ്രശ്നങ്ങളും ഗ്രാഫ് വിശകലനം എന്നിവയാണ് ഉണ്ടാകുക. ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യ ഭാഗം താപനില അളക്കുന്നതിനുള്ള തെർമോമീറ്ററുകൾ അല്ലെങ്കിൽ വിവിധ സ്കെയിലുകളുടെ താരതമ്യമാണ്. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഇവ എങ്ങനെ താരതമ്യം ചെയ്യാം എന്നുള്ളത്. ഇവിടെ ഒരു സെൽഷ്യസിലെയും ഫാരൻഹീറ്റിലെയും ചില അളവുകൾ തന്നിരിക്കുന്നത്. അവയ്ക്ക് സമാനമായ കെൽവിൻ സ്കെയിലിലെ താപനില കണക്കാക്കുക എന്നുള്ളതാണ്. സെൽഷ്യസ് ഫാരൻഹീറ്റ് ആക്കുന്നതിന് ഒരു സൂത്രവാക്യമുണ്ട്. സെൽഷ്യസിനെ കെൽവിനിലാക്കുന്നതിനും ഉള്ള സൂത്രവാക്യമുണ്ട്. അത് രണ്ടിനെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് സെൽഷ്യസിനെ കെൽവിനിലാക്കാൻ 273 കൂട്ടിയാൽ മതി. അപ്പോൾ 273 കെൽവിനാണ്. 37 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് 37 + 270 310 കെൽവിൻ. നെഗറ്റീവ് 273 ഡിഗ്രി സെൽഷ്യസ്, അതാണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും സാധ്യമായ താഴ്ന്ന താപനില. കെൽവിൻ സ്കെയിലിൽ അത് 0 ആണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ് നമ്മൾ കെൽവിനിൽ ആക്കണമെങ്കിൽ ആദ്യം അതിനെ സെൽഷ്യസിലേക്ക് ആക്കുക. 32 ഡിഗ്രി ഫാരൻഹീറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വാഭാവികമായിട്ട് 273 കെൽവിൻ. 86 ഡിഗ്രി ഫാരൻഹീറ്റിനെ നമുക്ക് കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ ആദ്യം 86 ഡിഗ്രീനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് ആക്കണം. ഫാരൻഹീറ്റിലേക്ക് ആക്കാനുള്ള ഒരു ഇക്വേഷൻ C/5 = F - 32/9 എന്നുള്ള ഇക്വേഷനാണ്. അതിൽ C എന്നുള്ളത് എഫിന് ചില വിലകൾ കൊടുക്കുകയും C കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടുന്നു. അതിനോട് കെൽവിനാക്കാൻ 273 കൂട്ടുക. സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് എന്നിങ്ങനെ മാറ്റുന്ന രീതിയിലുള്ള ഗണിത പ്രശ്നങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്നൊരു ഗ്രാഫ് വിശകലനം ചെയ്യലാണ്. ഇവിടെ ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ 2 കിലോഗ്രാം മാസുള്ള ഒരു ചോദ്യമാണ്. 2 കിലോഗ്രാം മാസുള്ള ഒരു ഖരവസ്തുവിനെ ചൂടാക്കിയപ്പോൾ ലഭിച്ച അളവുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഗ്രാഫ് തന്നിരിക്കുന്നത്. ഇതിൽ ഖരവസ്തുവാണ് ചൂടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിൽ ആദ്യം കാണുന്നത് A മുതൽ B വരെയുള്ളത് ഖരവസ്തുവാണ്. B നിന്ന് Cയിലേക്ക് ഖരവസ്തു ദ്രാവകമാകുന്നതാണ്. അവിടെ നടക്കുന്നത് അവസ്ഥാ പരിവർത്തനമാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. C മുതൽ D വരെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്, അടുത്ത അവസ്ഥയാണ്. അത് ദ്രാവകാവസ്ഥയാണ് അല്ലെങ്കിൽ ലിക്വിഡാണ്. ഈ ഖരം ദ്രാവകമാകുന്ന താപനിലയാണ് അതിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 60 ഡിഗ്രി. അവസ്ഥാ പരിവർത്തനം എന്ന് നടക്കുന്ന സമയം ഇവിടെ നിന്ന് കിട്ടും 20 മുതൽ 30 വരെ, അതായത് 10 മിനിറ്റ്. ഇവിടുത്തെ ആകെയുള്ള താപം കണക്കാക്കണമെങ്കിൽ ഇവിടെ A മുതൽ B വരെയുള്ള താപം, B മുതൽ C വരെയുള്ള താപം, C മുതൽ D വരെയുള്ള താപം. അവസ്ഥാ പരിവർത്തന സമയത്താണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സമവാക്യം M×LF എന്നുള്ളതാണ്. മറ്റു സമയങ്ങളിൽ MC∞ എന്നുള്ളത്. ഈ രീതിയിൽ ഇതിനെ ഗണിത പ്രശ്നം നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ കഴിയും. ആകെയുള്ള താപം കണ്ടുപിടിക്കാൻ ഇവിടെ A മുതൽ B വരെയുള്ള താപം, B മുതൽ C വരെയുള്ളത്, C മുതൽ D വരെയുള്ളത്, ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ആകെ താപം. ഇപ്പോൾ ഗ്രാഫ് വിശകലനം ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു രീതിയിലുള്ള ചോദ്യം ഈ പാഠഭാഗത്ത് ഉണ്ടാകുന്നത് കാരണം കണ്ടെത്തലാണ്. അതായത് 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിതയുണ്ട്, ഐസിന് ഉയർന്ന ദ്രവീകരണ ലീനതാപമുണ്ട്, ജലത്തിന് ഉയർന്ന ബാഷ്പീകരണ ലീനതാപമുണ്ട്, ബാഷ്പീകരണം നടക്കുമ്പോൾ തണുപ്പുണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ചോദ്യങ്ങൾ വരാം. ആവിയിൽ പാകം ചെയ്യുന്ന ആഹാരങ്ങൾ എളുപ്പത്തിൽ വേവുന്നു, മൺകൂജകളിൽ നിൽക്കുന്ന ജലം നന്നായി തണുത്തിരിക്കുന്നു, അന്തരീക്ഷ താപനിലയുള്ള വ്യത്യാസം നമ്മുടെ ശരീരതാപനില പെട്ടെന്ന് ബാധിക്കുന്നില്ല, ഐസ് പെട്ടെന്ന് ഉരുകുന്നില്ല, ആവി കൊണ്ടുള്ള വളരെ ഗുരുതരമാണ്, വേർതിരിക്കുമ്പോൾ കാറ്റടിച്ചാൽ തണുക്കുന്നു, റേഡിയേറ്ററിൽ കൂളൻ്റായി ജലം ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ താപവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും.
ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരത്തിലേക്ക് വരുമ്പോൾ ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പീകരണവുമായി ബന്ധപ്പെട്ടാണ് ആവിയിൽ പാകം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങൾ എളുപ്പത്തിൽ വേഗം ചെയ്യുന്നുള്ളതും അതേപോലെ തന്നെ ആവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാണ് എന്നുള്ളതും. മൺകൂജകളിലെ ജലം നന്നായി തണുത്തിരിക്കുന്നു, ബാഷ്പീകരിക്കുന്നതിന് താപം സ്വീകരിക്കുന്നു, അതുകൊണ്ട് തണുപ്പുണ്ടാകുന്നു. സ്പിരിറ്റ് കയ്യിൽ വീണാൽ തണുപ്പുണ്ടാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. വിയർത്തിരിക്കുമ്പോൾ കാറ്റടിച്ചാൽ തണുക്കുന്നതും ഈ ബാഷ്പീകരണം നടക്കുമ്പോൾ തണുപ്പുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ജലമുണ്ട്, ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിതയുണ്ട്, അതുകൊണ്ട് അന്തരീക്ഷ താപനില ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ ശരീര താപനില പെട്ടെന്ന് ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ കൂളൻ്റായി ഈ ജലം ഉപയോഗിക്കുന്നതിൻ്റെ കാരണവും ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപധാരിതയാണ്. അപ്പോൾ ഈ രീതിയിൽ അതേപോലെ ഐസ്ക്രീം പെട്ടെന്ന് ഉരുകി പോകുന്നില്ല എന്നുള്ളത് ഐസിൻ്റെ ഉയർന്ന ദ്രവീകരണ ലീനതവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ കാരണം കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ചോദ്യവും ഈ താപ എന്നുള്ള പാഠത്തിൽ നിന്ന് ഉണ്ടാകാം. പാഠപുസ്തകം നന്നായി വായിക്കുക, വിവിധ ചോദ്യ മാതൃകകൾ, ഗണിത പ്രശ്നങ്ങൾ ഒക്കെ നിർദ്ധാരണം ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമസ്കാരം.